ഹലോ സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് പറഞ്ഞു നിർത്തിയിരുന്നു, പക്ഷേ നമുക്ക് ട്രയൽ ചേമ്പറിലെത്തിയ കാര്യം. പക്ഷേ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്. എൻ്റെ ഈ വേൾഡ് ഡിലീറ്റ് ആയി പോയപ്പം കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഞാൻ റിക്കവർ ചെയ്തപ്പോൾ ഇച്ചിരി സാധനങ്ങളൊക്കെ പോയി. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഓക്കെ, അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ദേഹം കണ്ടറിയാം, ഒരു ആർമറും ഇല്ല. ആകെ ഈ രണ്ട് സാമാനം കൊണ്ട് ഇതൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ വേണ്ടി ഇവിടെ കുറേ അവന്മാരുണ്ടല്ലോ, വിൻഡ് ചാർജ് വരുന്ന അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നമ്മളെ അങ്ങ് തീർക്കും. അപ്പം ഞാൻ ഉദ്ദേശിച്ച പ്ലാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പം ഇവിടുത്തെ ബ്രീസ് ഉണ്ടല്ലോ, അവനാണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ. അതുമാത്രമല്ല, നമുക്ക് എൻ്റെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കാണാൻ ഇവിടെ കുറേ സ്പോണേഴ്സ് ഉണ്ട്. ഈ ഭാഗത്തില്ലെന്ന് തോന്നുന്നു, പക്ഷെ കുറേ സ്പോണേഴ്സ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അത് ഇച്ചിരി നമുക്ക് കുഴപ്പമായിരിക്കും. കാരണം എൻ്റെ ഈ ഒരു സാധനത്രേ ഉള്ളൂ, അതുകൊണ്ട് എന്തോ ആവാനാ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, ഇതെടുത്തു കഴിഞ്ഞ് നമുക്ക് കോപ്പർ കിട്ടും. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കോപ്പർ വെച്ച് തൽക്കാലം വേണ്ട ടൂൾസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഈ വീഡിയോ മൊത്തം ചാവലായിരിക്കും. റീസ്പോൺ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. അപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വേണ്ട കുറച്ച് കോപ്പർ എടുക്കേണ്ടി, ഈ കോപ്പറെല്ലാം നമുക്ക് എടുക്കാം. അപ്പം ഇതിലുള്ള ബ്ലോക്ക് വെച്ച് അങ്ങോട്ട് പോയി നമുക്ക് കോപ്പറെല്ലാം കളക്ട് ചെയ്തിട്ട് ബാക്കി ചെയ്യാം. ഞാൻ കഷ്ടപ്പെട്ട് അവിടുന്ന് ഇതിലെ കൂടെ ഒക്കെ കയറി തന്നെ ഇവിടെ ഒരു കോപ്പർ കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. താഴെ പോവും. കിട്ടിയോ? ഇല്ലടാ, കിട്ടിയില്ല. ശേ, ഒരു രക്ഷയില്ല. നമുക്ക് താഴോട്ട് ഇറങ്ങിയേ പറ്റൂ. തൽക്കാലം നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പം ഇത് കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാൻ ഇത്രയും കൊത്തി, ഇനിയിപ്പോൾ അത് നല്ല പണിയത്. അങ്ങനെ കൊത്തി, അടുത്തത് കൊത്തി. അപ്പോൾ തൽക്കാലം നമ്മൾ ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇത്രയും, പിന്നെ അവിടെ പൈസ കിട്ടും. ഒന്നുമില്ല. ഓക്കെ, ഇതൊക്കെ നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നടക്കാം. അല്ല, എല്ലാം കൂടെ ചെയ്യാം നമുക്ക്. അപ്പം തൽക്കാലം ഇത്രയും സെറ്റിങ്സ് നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് അതോട് കിട്ടാം. ഇതൊക്കെ ഉള്ളു. നല്ലതായിട്ട് കെയർഫുൾ ആയിട്ട് പോകണം. ഉണ്ട്, പൈസ കിട്ടും. ഇതെന്തുവേ അവന്മാർ ശബ്ദമൊക്കെ കേൾക്കാവോ എനിക്കറിയത്തില്ല. എന്തായാലും ഇനി നമുക്ക് ഇവിടെ സ്കെളിയോ എൻ്റെ അമ്മോ പേടി. എന്തിനു മണ്ടയ്ക്കോട്ട് പോകണോ? പോയേക്കല്ലേ. മൊത്തത്തിൽ പണി. ഇനി നമുക്ക് തിരിച്ചു പോകുന്നതായിരിക്കും സേഫ്. തൽക്കാലം തിരിച്ചു പോകുക ഇനി നമുക്ക്, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ തിരിച്ചു പോട്ടെ. അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മേലോട്ട് കയറി പോവാം. കുറച്ച് സമയം എടുക്കും അവിടെ ചെല്ലാൻ അല്ലേ. കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ രാത്രിയാണ്. അപ്പം നമുക്ക് ഇവിടെ കിടന്ന് നമ്മൾ ഉറങ്ങിയേക്കാം. ഇവിടെ കട്ടിട സ്ഥലമില്ല. ഇവിടെ കഷ്ടപ്പെട്ട് എന്തുമാത്രം പാടുപെട്ട് ഇവിടെ വരെ. ഇച്ചിരി പാടായിരുന്നു. ഇവിടെ കിടന്നുറങ്ങാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മേളിൽ അവിടെ രാവിലെ ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അങ്ങ് എടുത്തേക്കാം. ഓക്കെ, എന്ത് വേണമുണ്ട്. വേറെ ആരാണ് നടക്കുന്നത്? അയ്യോ, മൊത്തം ക്രീപ്പർ. ഓടിക്കോ മച്ചാനെ, ഓടിക്കോ. അവിടെ ഇപ്പൊ ഇവിടെ വരെ നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ വേറെ ആംഗിളിലൊക്കെ ഇവിടത്തേക്ക് സ്പോൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം എല്ലാം മേളിൽ കൊണ്ട് വെച്ച് നമുക്ക് കോപ്പർ സെറ്റ് ആർമർ അങ്ങ് ആക്കിയേക്കാം. അപ്പം എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഇനി വന്നത്. ഇനി ഇവിടെ റീഫോൺ സെറ്റ് ചെയ്യട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ അല്ലേ, ക്രാഫ്റ്റിംഗ് ടേബിൾ എൻ്റെ ഇടയ്ക്ക് എന്തായാലും മിസ്സായിരുന്നു.
അപ്പോൾ അതൊന്നുകൂടെ ഉണ്ടാക്കണം. നമുക്കിപ്പം ഇപ്പം വേണ്ടത് ഇത് നമുക്കങ്ങ് ആക്കി എടുത്തേക്കാം. ഇത്രയും സാധനം ഉണ്ട് ഇപ്പം. തൽക്കാലം അത് മതിയാകും. ഇനി നമുക്കിവിടെ ഉണ്ടാക്കാനുള്ളത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇപ്പോൾ വേണം. ഞാൻ പോയി എടുത്തോട്ട് വരട്ടെ. ഒരെണ്ണം മരം വിട്ടട്ടെ. അവന്മാരുടെ വീടം കടിച്ചു പിടിച്ചുക. ഇതൊക്കെ ഇനി എന്തിനാ? അപ്പോൾ ഈ നമ്മൾ ഇപ്പോഴങ്ങ് ട്രയൽ ചേമ്പറിലോട്ട് പോകുന്നില്ല. കാരണം ഇപ്പം നമുക്ക് അതിനുള്ള ഇതില്ല. അപ്പോൾ പോവും നമ്മളെന്തായാലും. ഇനിയിപ്പോൾ നമുക്ക് ഈ അയങ്കുളത്തിന് നമ്മൾ കാണിച്ചു വന്നേക്കാം. ഇനിയിപ്പോൾ എന്തെത്തിന് ബെസ്റ്റ് ഇതാണ്ട് നമുക്ക് അവനെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. നമുക്കെന്താ ഇവിടോട്ട് ഒരു ബ്ലോക്ക് കൂടെ വെച്ചിട്ട് ചെല്ലാം. അപ്പോൾ അവനൊന്നും ചെയ്തില്ല. ഒന്നുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അവൻ്റെ കാര്യത്തിൽ ഇനി നമുക്ക് പേടിക്കാനില്ല. ഇനി നമുക്ക് ഇച്ചിരി അയണൊക്കെ ആവശ്യത്തിനുണ്ട്. ഈ ഡേർട്ട് നമുക്ക് അങ്ങോട്ടത്തേക്ക് വയ്ക്കേണ്ട. നമുക്ക് എന്തായാലും ആവശ്യമില്ല ഡേർട്ട്. ട്രയൽ ചേമ്പറിലൊക്കെ പോകുമ്പോൾ ഡേർട്ട് ഇഷ്ടം പോലെ വേണ്ടി വരും. ഓക്കെ, അതായിട്ടുണ്ട്. നമുക്കിപ്പം ഒരു തടി വെട്ടാൻ പോയിട്ട് അത് എടുത്തായിരുന്നു. എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം ആക്കിയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഫുൾ സെറ്റ് ആർമർ ഉണ്ടാക്കി കോപ്പറിൻ്റെ. നമ്മുടെ എല്ലാം ഉണ്ടാക്കുന്ന സ്ഥലം മേളില്ല. ഇനി നമുക്കിതെല്ലാം സെറ്റ് ചെയ്യണ്ടേ? അത് സെറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ വേണ്ട നമ്മുടെ ആർമറൊക്കെ ഇതാണ്. നമുക്ക് വെളിയിലോട്ട് പോയി ഇടാം. എല്ലാവരും കാണട്ടെ. അടുത്ത കൊല്ലം സ്പോൺ. എൻ്റെ ദൈവമേ, ഇവനെ നമുക്ക് ഇന്നെ തരിക്കില്ല. ഇവനെ ഇട്ട് കാണിക്കുന്നില്ല. ഇത്ര സാധനമായിട്ടുണ്ട്. അതാണോ നോക്കുന്നത്? അപ്പം നമ്മൾ ഇതൊക്കെ ചെസ്റ്റിൽ ഇനി കുറേ സാധനം ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ടൂൾസ് ഒക്കെ ഉണ്ടാക്കി എടുക്കാം. ഈ ചെസ്റ്റിലോട്ട് ഒറ്റ ക്ലിക്കിൽ എങ്ങനെയാണ് സാധനങ്ങൾ വയ്ക്കുന്നത് കാണിച്ചാൽ നമ്മൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് വെച്ചാൽ ഞെക്കിയാൽ മതി. അതൊന്നും എല്ലാം ആയിക്കോളും. അത് ചിലവർക്കുള്ള ഡൗട്ടാണ്. ചുമ്മാ പറയുന്നേ ഉള്ളേ. ഇനി നമുക്ക് അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിക്കാക്സൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഫർണസിൽ തന്നെ ഇച്ചിരി അയൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ കയ്യിലുള്ള സാധനം വേണ്ട ഇത് ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഹങ്കർ. നമുക്കിനി ഫുഡ് പോയി കണക്കണം. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ ഉള്ള അയൻകോളത്തിനെയും കൂടെ തല്ലി കൊല്ലണം. എന്നാലേ ഇപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പം 6 അയൺ 7 അയണായിട്ടുണ്ട്. ബാക്കി അയൺ നമുക്ക് നോക്കട്ടെ അങ്ങനെ തല്ലിക്കൊല്ലാൻ പറ്റുമെന്ന്. ഇപ്പോൾ തന്നെ ശരിയാക്കിയേക്കും എൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ശരിയാക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ വെച്ച് മേലെ കൊല്ലാൻ നോക്കിയ ദിവസം എന്നെ അടിച്ചു വന്നു. അപ്പോൾ എൻ്റെ കുറച്ച് സാധനമൊക്കെ അവിടെ ആണ്. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. എൻ്റെ സാധനമെല്ലാം പോയാൽ അയൻകുളത്തിന് പിന്നെ വെറുതെ ഇവിടെ എൻ്റെ ആർമറൊക്കെ എടുത്ത് തരട്ടെ. എന്താണ് എൻ്റെ ബാക്കി ആർമറൊക്കെ? എൻ്റെ ലെഗിൻസ് കാണുന്നില്ല. ഇപ്പോൾ കാണിച്ചു തരാം. ലെഗിൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു എടുത്തിടാം. ഇനി ഇതെല്ലാം നമ്മുടെ ഈ ഒരു ഭാഗത്ത് വെച്ചേക്കാം. ഇതെല്ലാം ഇനി നമുക്ക് ഇവിടെ വേണ്ട സാധനങ്ങൾ. അയ്യോ, ഇവിടെ ഇങ്ങനെ വേണ്ട സാധനമാണ്. മനസ്സിലായോ? എന്നിട്ട് നമുക്കിനി ചെയ്യാനുള്ളത് ഇവനെ എങ്ങനെയല്ല നല്ല പെട്ടെന്ന് തീർക്കണം. ഇപ്പം തീർക്കാൻ പോവാം. അവനെ ഇപ്പം തീർക്കാനൊക്കത്തില്ല. അതുവരെയൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ. രാവിലെ തീർക്കാം. ഭയങ്കര ശല്യം. എന്തോ ചുമ്മാതെ എന്ന് ഞാൻ പണി കണ്ടോളാം. ഇപ്പൊ കാണിച്ചു തരാം അവനെ പണിയുന്നത്. ഓടെ പോയി നിൽക്കുന്നു. ഇവനെ അടിച്ചിട്ട് ഓടി കഴിഞ്ഞാലേ എനിക്ക് കറക്റ്റ് വെക്കാനുള്ള ടൈമിങ് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ. അളിഞ്ഞേ അങ്ങനെ പണിയിനി നമുക്ക് അയൺ മൈനിങ്ങിന് പോവാം. എന്നിട്ടുള്ളൂ ട്രയൽ ചേമ്പർ. അത്രേ ഉള്ളൂ. കാരണം സേഫ് അല്ല. നമുക്ക് എൻചാൻറ്റഡ് സാധനം പോലും ഒന്നുമില്ല. നോക്കാണ്ട് ഈ ഒരു ലൊക്കേഷൻ വെച്ച് മൈൻഡ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് ടേബിളോട് അങ്ങ് എടുത്തേക്കാം. ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടിപ്പോയാൽ അറിയത്തില്ല. ഇതിനകത്ത് നല്ല നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് എടുത്തേക്കാം. ഇനി നമുക്ക് ഫുഡും ക്രാഫ്റ്റിംഗ് ടേബിളും വേണം ഉറപ്പായിട്ട്. ഈ ഫർണസ് എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഫുഡ് കൂടെ എന്നത്തേക്ക് സെറ്റ് ചെയ്തേക്കാം. എൻ്റെ കൃഷി നമുക്കങ്ങ് നശിപ്പിക്കാൻ. ഓക്കെ, ഇനി നമ്മുടെ
ഇവിടെ വെച്ചിട്ട് നമ്മുടെ കുറച്ച് ക്യാരറ്റ് വിട്ടിട്ടുണ്ട്, നമുക്കങ്ങ് തിന്നേക്കാം. ഞാൻ ഈ ചെസ്റ്റിനകത്ത് എൻ്റെ ഇപ്പോൾ ഉള്ള ഒരുപാട് സാധനം ഉണ്ട്, അതെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ടിങ്ങ് വരാം. ഇപ്പോൾ ഉള്ള ഈ സാധനങ്ങളൊക്കെ വേസ്റ്റ് ആവാതിരിക്കാൻ ഞാൻ എൻ്റെ കുറച്ച് ചെസ്റ്റിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് മൈൻ ചെയ്ത് പോവാം. ഇച്ചിരി മൈനിങ് അത്യാവശ്യമായിട്ടും വേണം. ഓക്കെ, ഇനി നമുക്ക് താഴോട്ടും പോവാം. എനിക്ക് വേണ്ട കുറേ കോളിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ആവശ്യം വരും ഇതെല്ലാം മൈൻഡ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഈ ഒരു ഭാഗത്തെ എല്ലാ കോളും എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും താഴോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. എവിടെ ചെല്ലുമെന്ന് ഒരു പിടിയിലൊന്നും എങ്ങും ചെല്ലുന്നില്ല. എന്തോ ഇതിങ്ങനെ ഇപ്പോൾ പറയണമെന്ന്. ഞാനിവിടെ ഒരു കേവിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കട്ടെ. ഇവിടെ ഒന്നും കാണുന്നില്ല. താഴോട്ട് തന്നെ പോയേക്കാം. ഒന്നുമില്ല ഇവിടെ, എന്തോ പറയാനെന്നാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് കിട്ടിയൊരു സാധനം ഈ ഒരു സാധനം മാത്രം. പക്ഷെ വേറെ അത് ഒരെണ്ണം എന്തോ ചെയ്യാനെന്ന് പറയും. ഇവിടെ എനിക്കിന്ന് ലക്കേ ഇല്ല. ഇന്നലെ എന്തോ ആയിരുന്നു, ഇഷ്ടംപോലെ സാധനങ്ങൾ എനിക്ക് കിട്ടി. വേണ്ട, പിന്നെ ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. ഇത് പിന്നെ ഇച്ചിരെങ്കിലും ഉണ്ട്, ഇതും കൊണ്ടങ്ങ് പോവാ. കുറേ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇഷ്ടംപോലെ ഉണ്ട്, ആവശ്യത്തിനുള്ളതുണ്ട്. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം. ഓക്കെ, ഇത്രയായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എനിക്ക് ഒന്നും പറയാനായിട്ട് ഈ ഇരിക്കുന്ന സാധനം കണ്ടോ? ഇപ്പോഴാണ് അവിടെ ലക്കൊക്കെ വരുന്നത്. എന്തായാലും ഇത് പൊട്ടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ എന്തുവാ ഈ ഒരു പിക്കാക്സ് കൊണ്ട് ഇത് പൊട്ടിക്കാനൊക്കത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊരു പിക്കാക്സ് അയണിൻ്റെ അങ്ങ് ഉണ്ടാക്കിയേക്കാം. അതിനുള്ള സാധനമൊക്കെ നമ്മുടെ ഉണ്ട് ഇല്ലേ? എനിക്കിന്ന് ലക്ക് ചെറുതായിട്ടുണ്ട്, അതുകൊണ്ട് ഇത്രയും ഡയമണ്ട് ഇട്ടിരിക്കുക. നമുക്ക് അയൺ പിക്കാക്സ് കൊണ്ട് മൈൻഡ് ചെയ്യുന്നതാണ് നല്ലത്. മൈൻഡ് ചെയ്യാതിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും ഒരു പിക്കാക്സ് ഉണ്ടാക്കിയെടുത്തേക്കാം. ഇതാണ് നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് എടുത്തേക്കാം. യെസ്, മൈ ഫസ്റ്റ് ഡയമണ്ട്സ്. താങ്ക് ഗോഡ് ഫോർ ദ ഡയമണ്ട്. ഇവിടെയും കൊണ്ട് പറഞ്ഞുണ്ടായിരുന്നല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇത്ര 6 ഡയമണ്ട് കിട്ടി. അപ്പൊ എന്തായാലും നമുക്ക് താഴോട്ട് പോയി നോക്കട്ടെ. ഇത്ര ഇനി നമുക്ക് സൈഡായിട്ട് കുഴിച്ച് പോവാവേ. ചെറുതായിട്ടൊന്ന് പാളിയതുപോലെ. ഓ നോ, വേണ്ട. ഇപ്പൊ ഇതൊന്നും എന്തുവാ ഇത്? എനിക്ക് എൻജിൻ സിറ്റിയുടെ അടുത്തെത്തി. എന്തായാലും ഇതെനിക്ക് നല്ല കണ്ടന്റ് ഉണ്ട്. ഇപ്പൊ എന്തായാലും നമുക്ക് താഴെ തന്നെ കുഴിച്ചു പോവാം. ബാക്കി എനിക്ക് എന്തൊക്കെ എനിക്ക് കിട്ടുമെന്ന് നോക്കട്ടെ. എൻജിൻ സിറ്റി ചെന്ന് വീഴുവോ? നോക്കട്ടെ.
സുഹൃത്തുക്കളെ ഒന്നും പറയില്ല, അവിടെ ഇടിയും മഴയാണ്. ഇപ്പൊ ഞാൻ ചത്തന്നെ. ലാവയുടെ തൊട്ടടുത്ത് വന്നുകൊണ്ട് എൻ്റെ എന്തായാലും തണ്ടസ്റ്റോമില്ല. നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് ഈ ഉള്ള സാധനം കൊണ്ടങ്ങ് പോവാം. എൻ്റെ അമ്മോ, എന്തുവായിരുന്നത്? ഇപ്പൊ ഞാൻ ചത്തേനെ. ക്യാരറ്റ് അയ്യോ, പണിയാവോ? അയ്യോ, പറയാൻ അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ വെച്ച് ഞാൻ നിർത്തുവാണ്. ബാക്കി അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.